മലയാളികളുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന, എത്ര കാലം കഴിഞ്ഞാലും പെട്ടെന്ന് മറക്കാൻ കഴിയാത്ത ഒരാളാണ് നടി ലൗലി. തന്റെ കലാജീവിതം നാടകവേദികളിൽ ആരംഭിച്ച അവർ പിന്നീട് സിനിമാ ലോകത്തേക്ക് കടന്നു. തുടക്കം മുതൽ തന്നെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത ലൗലി മലയാള സിനിമയിൽ നിരവധി മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം, ദിലീപ്, പൃഥ്വിരാജ് തുടങ്ങിയ തലമുറകളിൽപ്പെട്ട പ്രമുഖ നായകരുടെ ഒപ്പവും അവർ അഭിനയിച്ചു. ഓരോ ചിത്രത്തിലും കഥാപാത്രത്തിന്റെ സ്വഭാവം പ്രകാരം മാറി മാറി അഭിനയിക്കാൻ കഴിവുള്ള ഒരു കലാകാരിയായി ലൗലി വളർന്നു. ഹാസ്യവേഷങ്ങളിലോ ഗൗരവമായ കഥാപാത്രങ്ങളിലോ ആയാലും തന്റെ അഭിനയ മികവിലൂടെ പ്രേക്ഷകരെ ആകർഷിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് ലൗലിയുടെ അവസ്ഥ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? സ്വന്തം അമ്മയുടെ ഒപ്പം ശാന്തിഭവനിൽ അനാഥയായി കഴിയുകയാണ് ലൗലി ഇപ്പോൾ. വാർദ്ധക്യം എന്ന അവസ്ഥ കൊണ്ടാണ് ഗാന്ധി ഭവനിലേക്ക് ലൗലി എത്തുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടതാണ് എൻ്റെ അമ്മ. അങ്ങനെയാണ് എന്നെ വളർത്തിയത്. എൻ്റെ അമ്മയെ ഞാൻ എൻ്റെ വീട്ടിൽ നിർത്തിയത് എൻ്റെ ഭർത്താവിനും മക്കൾക്കും സഹിച്ചില്ല. ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയാണെങ്കിൽ വല്ല അനാഥാലയത്തിലോ വൃദ്ധസദനത്തിലോ ആക്കാനായിരുന്നു പുള്ളി പറയുന്നത്. എന്നാൽ ഞാൻ ആണും പെണ്ണുമായി ഒറ്റ മോളാണ് എൻ്റെ അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്നിൽ പ്രതീക്ഷയുണ്ടാകില്ലേ? ഒരുപാട് വിഷയങ്ങളായി. വിഷമം കൊണ്ട് ഞാൻ അമ്മയോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. പിന്നെ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയായി. അങ്ങനെയാണ് ഞാൻ ഇറങ്ങിപ്പോന്നത്. അമ്മയെ എവിടെയും ഏൽപ്പിച്ചു പോകാനാകാത്ത അവസ്ഥയായി. അങ്ങനെയാണ് ഗാന്ധിഭവനിൽ എത്തിയതും. എൻ്റെ മക്കൾ ഇവിടെ വരെ വന്നിട്ട് പോയിട്ടും ഞങ്ങളെ കാണാൻ കയറിയില്ല. ആ വേദന എനിക്ക് മരിച്ചാലും ആയില്ല. അങ്ങനെയാണ് ഇനി ഞങ്ങളെ കാണാൻ വരരുത് എന്ന് പറയുന്നതും ലൗലി പറഞ്ഞു. എനിക്കിവിടെ ഒരു സങ്കടവും ഇല്ല. എൻ്റെ കാര്യങ്ങൾ ഇനിയും ഇവിടെ ഗാന്ധിഭവനിൽ തന്നെ ആകും. എൻ്റെ അനുഭവങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഒന്നും കൊണ്ടും അഹങ്കരിക്കരുത് എന്ന് എന്നെ പഠിപ്പിച്ചത് ഇവിടെ വന്നതാണ്. ഗാന്ധിഭവൻ ഉണ്ട് എന്ന വിശ്വാസം കൊണ്ടാണ് ഞാനിപ്പോൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച ആളാണ് ലൗലി ആൻറ്റി. വർഷങ്ങളായി അടുത്തറിയുന്ന ഒരാൾ എന്ന നിലയിൽ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത വേദനയാണ്. എത്രയോ വർഷം ഉറക്കം കളഞ്ഞ് നാടകം അഭിനയിച്ചു മക്കളെ വളർത്തി. കെട്ടിയോനെയും നോക്കി. അവസാനം ഇങ്ങനെയും എന്നാണ് ലൗലിയെ അടുത്തറിയുന്ന സീമ പങ്കുവച്ച വാക്കുകൾ. സിനിമ സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായി നടിയായിരുന്നു ഒരു കാലത്ത് ലൗലി. ഷാജി എം തൈക്കാടിൻ്റെ ഗിഫ്റ്റ് ഓഫ് ഗോഡ് സിനിമയുടെ അരങ്ങേറ്റം നടത്തിയ ലൗലി തിലകനൊപ്പവും അഭിനയിച്ചിട്ടുണ്ട്. ബ്ലസ്സിയുടെ തന്മാത്ര, പ്രണയം, മീരാനന്ദൻ്റെ പുതിയ മുഖത്തിൽ മീരയുടെ അമ്മയായും അഭിനയിച്ച് ലൗലിയായിരുന്നു. ദിലീപിൻ്റെ കൂടെ മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മമ്മൂട്ടിയുടെ ഒപ്പം വെനീസിലെ വ്യാപാരി എന്നിങ്ങനെ നിരവധി ചിത്രങ്ങൾ ലൗലി ചെയ്തിട്ടുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.